മിഡിസ്റ്റോറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താഴ്ന്ന വരുമാനക്കാരായ വിദേശികൾക്ക് പ്രത്യേക പാർപ്പിട നഗരം ഒരുക്കി കുവൈത്ത് സർക്കാർ. പദ്ധതി 3 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ. 2000 തൊഴിലാളികൾക്ക് താമസ സൗകര്യമുണ്ടാകുമെന്ന് കുവൈത്ത്. അബുദാബിയിൽ 24 ബ്ലാക്ക് പോയിന്റുകൾ നേടിയ ഡ്രൈവർമാരുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കിയത് 3 മാസത്തേക്ക്. സസ്പെൻഷൻ കാലയളവിൽ വാഹനമോടിച്ചാൽ കനത്ത പിഴ. വിശദമായ വാർത്തകളിലേക്ക്. താഴ്ന്ന വരുമാനക്കാരായ വിദേശ തൊഴിലാളികൾക്കായി കുവൈത്തിൽ പ്രത്യേക പാർപ്പിട നഗരം വരുന്നു. സൗത്ത് ജഹറയിലാണ് 20,000 തൊഴിലാളികളെ ഉൾക്കൊള്ളുന്ന പാർപ്പിട നഗരം തയ്യാറാകുന്നത്. BOT അടിസ്ഥാനത്തിലുള്ള പദ്ധതിയുടെ നിർമ്മാണം 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ കമ്പനികളുടെയും സഹകരണത്തോടെ കുവൈത്ത് അതോറിറ്റി ഫോർ പാർട്ണർഷിപ്പ് പ്രൊജക്റ്റാണ് ലേബർ സിറ്റി നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ഷെയർ ഹോൾഡിംഗ് കമ്പനി വഴി ഓഹരികൾ സമാഹരിച്ചായിരിക്കും നിർമ്മാണം. ഇത് സംബന്ധിച്ച കരാറിൽ KPPയും വിവിധ കമ്പനികളും കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചു. സൗത്ത് ജഹറയിൽ 10 ലക്ഷം സ്ക്വയർ മീറ്റർ പ്രദേശത്ത് ആരംഭിക്കാനിരിക്കുന്ന നിർദ്ദിഷ്ട ലേബർ സിറ്റിയിൽ 20,000 തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ടാകും. ആരോഗ്യ കേന്ദ്രങ്ങൾ, വിനോദത്തിനും വ്യായാമത്തിനുമുള്ള സംവിധാനങ്ങൾ, സെക്യൂരിറ്റി സർവീസ് എന്നിവയുൾപ്പെടുന്നതാകും പദ്ധതി. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കരുതപ്പെടുന്ന ലേബർ സിറ്റിയുടെ നടത്തിപ്പ് ചുമതല BOT കരാർ പ്രകാരം 40 വർഷക്കാലം ഷെയർ ഹോൾഡിംഗ് കമ്പനിക്കായിരിക്കും. മീഡിയ 1 കുവൈറ്റ് സിറ്റി. അബുദാബിയിൽ ഗതാഗത നിയമലംഘനത്തിന് 24 ബ്ലാക്ക് പോയിന്റ് നേടിയ 489 ഡ്രൈവർമാരുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കി. 2016 ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് നടപടി. 3 മാസത്തേക്കാണ് ലൈസൻസ് റദ്ദാക്കിയത്. ലൈസൻസ് സസ്പെൻഷൻ കാലത്ത് ഒരിക്കലും വാഹനമോടിക്കരുതെന്നും വിലക്ക് ലംഘിച്ചാൽ 3 മാസം തടവും 5000 ദിർഹത്തിൽ കുറയാത്ത പിഴയും ശിക്ഷ ലഭിക്കുമെന്നും അബുദാബി ട്രാഫിക് പോലീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് അൽ ഷെയ്ഖി മുന്നറിയിപ്പ് നൽകി. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനങ്ങൾ ഓടിക്കുക, ലോറികളുടെ അപകടകരമായ മറികടക്കൽ, അപകടങ്ങൾ വരുത്തൽ തുടങ്ങിയവ ലൈസൻസ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണെന്ന് ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് അൽ ഷെയ്ഖി വ്യക്തമാക്കി. കുവൈത്തിൽ ഡെസേർട്ട് ബൈക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. പൊതുനിരത്തുകളിലും പാർപ്പിട മേഖലകളിലും ഡെസേർട്ട് ബൈക്കുകൾ ഓടിക്കുന്നതിനുള്ള വിലക്ക് ബുധനാഴ്ച മുതൽ കർശനമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പൊതുനിരത്തുകൾ, അതിവേഗ ഹൈവേകൾ, ജനവാസ മേഖലകൾ എന്നിവിടങ്ങളിൽ ഡെസേർട്ട് ബൈക്കുകൾ ഓടിക്കുന്നത് രാജ്യത്ത് നിയമവിരുദ്ധമാണെങ്കിലും നിരോധനം കാര്യമായി നടപ്പാക്കപ്പെട്ടിരുന്നില്ല. പൊതുനിരത്തുകളിൽ ആൾട്ടറൈൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഗതാഗത തടസ്സം, വാഹനാപകടം എന്നിവയ്ക്ക് കാരണമാകുന്നതായി കണ്ടെത്തിയിരുന്നു. തണുപ്പുകാലങ്ങളിൽ ഡെസേർട്ട് ബൈക്കുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നത് മുന്നിൽ കണ്ടാണ് നിരോധനം കർശനമാക്കിക്കൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടത്. ബുധനാഴ്ച മുതലാണ് ഉത്തരവ് പ്രാബല്യത്തിൽ വരിക. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മുതിർന്ന ആളാണ് നിയമം ലംഘിക്കുന്നതെങ്കിൽ ബൈക്കിനോടൊപ്പം കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്യുക. കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കൾക്കെതിരെയാകും നിയമ നടപടി. മരുപ്രദേശങ്ങൾ, ആൾതാമസമില്ലാത്തതും വാഹനഗതാഗതം നടക്കാത്തതുമായ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് ഡെസേർട്ട് ബൈക്കുകൾ ഓടിക്കാൻ അനുമതിയുള്ളത്. ഇതിനായി പ്രത്യേക മോട്ടോർ സൈക്കിൾ ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ ഈ മാസം 26 നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ 160ഓളം വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ക്ഷണം. CNN, അൽ അറബിയ, സ്കൈ ന്യൂസ് തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർക്കാണ് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗിനും നിരീക്ഷണത്തിനുമായി കുവൈത്ത് വാർത്താവിതരണ മന്ത്രാലയം അവസരമൊരുക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയരായ ടെലിവിഷൻ ചാനലുകളുടെയും വാർത്താ ഏജൻസികളുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ 160 മാധ്യമപ്രവർത്തകർക്കാണ് മന്ത്രാലയം തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗിനുള്ള സൗകര്യമൊരുക്കുന്നത്. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി എത്തുന്ന 75 സീനിയർ ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെയാണിത്. കുവൈറ്റ് സിറ്റിയിലെ ഷെറാട്ടൺ ഹോട്ടലിൽ തയ്യാറാക്കുന്ന പ്രത്യേക മീഡിയ സെന്ററിലാണ് വിദേശ മാധ്യമപ്രവർത്തകർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. ടെലിവിഷൻ ചാനലുകൾക്ക് തത്സമയ സംപ്രേഷണത്തിന് മീഡിയ സെന്ററിൽ 2 സ്റ്റുഡിയോകൾ ഒരുക്കും. ദ്വിഭാഷികളുടെ സഹായവും കുവൈത്ത് ന്യൂസ് ഏജൻസി, കുവൈത്ത് TV, കുവൈത്ത് റേഡിയോ എന്നിവയുടെ സഹകരണവും ലഭ്യമാക്കും. നവംബർ 21 മുതൽ 27 വരെയാണ് ഇവർ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോളിംഗ് സെന്ററുകളിൽ വിദേശ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേക സന്ദർശന സമയം അനുവദിക്കും. നാഷണൽ അസംബ്ലി സമുച്ചയം, ഷെയ്ഖ് ജാബർ കൾച്ചറൽ സെന്റർ, ദാറുൽ അസർ അൽ ഇസ്ലാമിയ എന്നിവ സന്ദർശിക്കാനും വിദേശ മാധ്യമ പ്രവർത്തകർക്ക് സൗകര്യമൊരുക്കുമെന്ന് ഇലക്ഷൻ മീഡിയ സെന്റർ മേധാവി കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം വിജയം കണ്ടതിനു ശേഷം സൗദി തൊഴിൽ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് വാഹന വിൽപ്പന കേന്ദ്രങ്ങളെയാണെന്ന് അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഈ മേഖലയിൽ ചുരുങ്ങിയത് 1 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2017 100% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കുക. വാഹന വിൽപ്പന ഷോറൂമുകളിലെയും ഏജൻസികളിലെയും സെയിൽസ് മേഖല സ്വദേശിവൽക്കരിക്കുകയാണ് തൊഴിൽ വകുപ്പിന്റെ അടുത്ത ലക്ഷ്യം. തുടർന്ന് റെന്റ് കാർ മേഖലയും സ്വദേശിവൽക്കരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാഹന വിൽപ്പന മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതോടെ 1 ലക്ഷം സൗദികൾക്ക്
തൊഴിലവസരം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. കാർ വിൽപ്പന മേഖലയിൽ നിരവധി സൗദികൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. തൊഴിൽ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ പല കമ്പനികളും സെയിൽസ് മേഖലയിൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്നതിന് പ്രാമുഖ്യം നൽകി വരുന്നുണ്ട്. സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം സംബന്ധിച്ച ചർച്ച വന്നതോടെ ഇനിയുള്ള നിയമനങ്ങളൊക്കെ സ്വദേശിവൽക്കരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായിരിക്കും. വാഹന വിൽപ്പന മേഖലയിൽ കൂടി പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതോടെ നിരവധി വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. മലയാളികളടക്കം ആയിരക്കണക്കിന് ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. രാജ്യത്തെ 30ഓളം പട്ടണങ്ങളിലായി ഏകദേശം 30,000-ഓളം കാർ ഷോറൂമുകളും അംഗീകൃത വിൽപ്പന ഏജൻസികളുമുണ്ടെന്നാണ് കണക്ക്. മീഡിയ 1 ജിദ്ദ. ശ്രദ്ധേയമായി ഷാർജ ബുക്ക് ഫെയർ. കാവാലം നാരായണ പണിക്കർക്ക് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അക്ഷരാഞ്ജലി. കാവാലത്തെക്കുറിച്ച് കാലം കാവാലം എന്ന പേരിൽ പുറത്തിറക്കുന്ന ലേഖന സമാഹാരത്തിന്റെ പ്രകാശനമാണ് കാവാലത്തിന്റെ ഗാനങ്ങളും കവിതകളും കോർത്തിണക്കിയ അനുസ്മരണ ചടങ്ങായി മാറിയത്. ദുബൈയിലെ ഹിറ്റ് എഫും വാർത്താവിഭാഗം മേധാവി ഷാബു കിളിത്തട്ടിലാണ് കാവാലം നാരായണ പണിക്കരെ കുറിച്ച പ്രമുഖരുടെ ഓർമ്മക്കുറിപ്പുകൾ കാലം കാവാലം എന്ന പേരിൽ പുറത്തിറക്കിയത്. കാവാലത്തിന്റെ പേരക്കുട്ടി നാരായണിക്ക് ആദ്യ പ്രതി കൈമാറി കവി മധുസൂദനൻ നായർ പ്രകാശനം നിർവഹിച്ചു. ഒരു പരിധിവരെയെങ്കിലും കാവാലം നാരായണ പണിക്കർ ആരായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ, മലയാളിയെ ഓർമ്മപ്പെടുത്താൻ ഈ കൃതി ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തുകാരായ ശ്രീകുമാരൻ തമ്പി, സച്ചിദാനന്ദൻ, സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണന്റെ പത്നി പത്മജ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. കാവാലത്തിന്റെ കവിതകളും ഗാനങ്ങളുമായി കണ്ണൂരിലെ വീട്ടമ്മ കനകം, ഗായിക നിമ്മി തുടങ്ങിയവർ വേദിയിലെത്തി. ദുബൈയിലെ വാദ്യകലാകാരന്മാരും അണിനിരന്നു. കാലം കടന്നുപോയാലും എല്ലാ കാലവും കാവാലത്തിൻ്റെതാണെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ചടങ്ങ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ. സർക്കാരിലെ മുഴുവൻ പേർക്കും കൃത്യമായ പെരുമാറ്റച്ചട്ടം അനിവാര്യമാണെന്ന് CPI ദേശീയ സെക്രട്ടറി സുധാകർ റെഡ്ഡി അഭിപ്രായപ്പെട്ടു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്കും പെരുമാറ്റച്ചട്ടം ബാധകമാക്കണം. CPM-നെ CPI വിമർശിക്കുന്നത് ചൂണ്ടിക്കാട്ടാനാണ്, അല്ലാതെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ മീഡിയ 1-നോട് സംസാരിക്കുകയായിരുന്നു സുധാകർ റെഡ്ഡി. ബന്ധുനിയമന വിവാദത്തിൽ EP ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ അപാകത തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തണമെന്ന് സുധാകർ റെഡ്ഡി പറഞ്ഞു. Not only for legislators, ministers also needs code of conduct, and particularly on the question of the appointments to the public sector and all that. അഴിമതി കുറയ്ക്കാൻ കേരളത്തിലെ ഇടതു സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾ അർപ്പിച്ച വലിയ പ്രതീക്ഷ തകരാതെ നോക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. തെറ്റുകൾ തിരുത്താനാണ് ജനപക്ഷത്തു നിന്ന് CPI CPM-നെ വിമർശിക്കുന്നത്. ഇതിനെ തമ്മിലടിയായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPI criticism is only to set right the things which are going wrong. It is interfering and participating on the side of the people that if something is going wrong. But the left is united. പ്രഭാത് ബുക്സ് പ്രസിദ്ധീകരിച്ച CPI സംസ്ഥാന ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പുസ്തകം പ്രകാശനം ചെയ്യാനാണ് സുധാകർ റെഡ്ഡി ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ എത്തിയത്. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിനു S കൊട്ടാരക്കരയ്ക്കൊപ്പം MCA നാസർ, മീഡിയ 1. ഗൾഫ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും യാത്രക്കാർക്കായി മെച്ചപ്പെട്ട സർവീസുകൾ ഒരുക്കിയും ജെറ്റ് എയർവേസ് പുതിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. തിങ്ക് ഹോം തിങ്ക് ജെറ്റ് എയർവേസ് എന്ന തലക്കെട്ടിലാണ് ക്യാമ്പയിൻ നടക്കുന്നത്. And the hero of the campaign, the main message is think home, think Jet Airways. തിങ്ക് ഹോം തിങ്ക് ജെറ്റ് എയർവേസ് എന്ന ക്യാമ്പയിനിലൂടെ മെച്ചപ്പെട്ട സർവീസ് ഉറപ്പുവരുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ജെറ്റ് എയർവേസ് വൈസ് പ്രസിഡന്റുമാരായ ഷാക്കിർ കാന്താവാലയും കോളിൻ നെബ്രോണറും ദോഹയിൽ പറഞ്ഞു. Jet Airways will continue to provide them very good value for the fares that they pay. കേരളത്തിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രതിദിന സർവീസ് ആരംഭിച്ചതായി ഖത്തർ കൺട്രി മാനേജർ അൻഷദ് ഇബ്രാഹിം അറിയിച്ചു. തിരുവനന്തപുരം സർവീസ് ഇപ്പോൾ 30 ഒക്ടോബർ മുതൽ ഡെയിലി സർവീസ് ആക്കി. അപ്പം അതിപ്പോൾ ഇവിടുന്ന് ഡിപ്പാർച്ചർ ചെയ്യുന്നത് ഏർലി മോർണിംഗ് 2:30-ക്കാണ്. എക്സ്പ്ലോർ ഇന്ത്യ പാസ് എന്ന പേരിൽ ഇന്ത്യയിലെ 47 ഇടങ്ങളിലേക്കുള്ള ഭാരത പര്യടന സൗകര്യവും ജെറ്റ് ഒരുക്കിയിട്ടുണ്ട്. Explore India Pass allows you to travel across Jet Airways network in India. As of today, we have 47 destinations. പ്രവാസികളുടെ വെക്കേഷൻ യാത്രകൾക്കായി സിംഗപ്പൂർ, ബാങ്കോക്ക്, ഹോങ്കോങ് എന്നിവ തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക പാക്കേജും ജെറ്റ് എയർവേസിനുണ്ട്. സിംഗപ്പൂർ, ബാങ്കോക്ക് ആൻഡ് ഹോങ്കോങ്
ഇത്രയും 3 ഡെസ്റ്റിനേഷൻസിലോട്ട് നമുക്ക് സർവീസ് ഉണ്ട്. അത് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒരു ചാർജസിന്റെ ആവശ്യമില്ല. ഗൾഫ് കേന്ദ്രീകരിച്ചുള്ള പുതിയ ക്യാമ്പയിനിലൂടെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനാണ് ജെറ്റ് എയർവേസ് ലക്ഷ്യമിടുന്നത്. മീഡിയ 1 ദോഹ. സമാധാനം മാനവികത എന്ന തലക്കെട്ടിൽ അഖില സൗദി തലത്തിൽ നടന്നുവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി തനിമ ജിദ്ദ ഷറഫിയ കമ്മിറ്റി മാധ്യമ ചർച്ച സംഘടിപ്പിച്ചു. ഹൈദരലി പടിഞ്ഞാറ്റുമുറി വിഷയം അവതരിപ്പിച്ചു. മതേതരത്വത്തിന്റെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൽ പോലും സഹിഷ്ണുതയുടെ മതിലുകൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സമാധാനത്തിലേക്കും സഹവർത്തിത്വത്തിലേക്കും നാടിനെ നയിക്കാൻ മാധ്യമങ്ങൾക്ക് ചെറുതല്ലാത്ത പങ്ക് വഹിക്കാനുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജിദ്ദയിലെ മാധ്യമപ്രവർത്തകരായ PM മായിൻകുട്ടി, P ശംസുദ്ദീൻ, ജാഫർ അലി പാലക്കോട്, അബ്ദുറഹ്മാൻ വണ്ടൂർ, കബീർ കൊണ്ടോട്ടി, ബഷീർ തൊട്ടിയൻ, സുൽഫിക്കർ ഒതായി, സാദിഖ് അലി തുവൂർ, മുസ്തഫ പെരുവള്ളൂർ, ഇബ്രാഹിം ഷംനാട് തുടങ്ങിയവർ സംസാരിച്ചു. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി മോഡറേറ്ററായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി മദ്രസ വിദ്യാഭ്യാസം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഖത്തറിലെ വക്ര അൽ മദ്രസ അൽ ഇസ്ലാമിയയിൽ സ്മാർട്ട് ക്ലാസ് തുടങ്ങി. ദോഹ ഇൻഡിപെൻഡന്റ് സെക്രട്ടറി സ്കൂൾ ഡയറക്ടർ ഖലീഫ അമാൻ അൽ ഹുസൈനി അൽ മന്നായി സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ പ്രസിഡന്റ് BT ഫൈസൽ, ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ പ്രസിഡന്റ് KC അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. IIA കൂടിയാലോചനാ സമിതി അംഗം മുഹമ്മദ് അലി, PTA പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് യാസിർ, വൈസ് പ്രസിഡന്റ് പേൾ മുഹമ്മദ് അലി, ട്രഷറർ അസ്ഹർ അലി, സാലി ശിവപുരം എന്നിവർ സംബന്ധിച്ചു. പ്രധാനാധ്യാപകൻ MT ആദം സ്വാഗതവും KT അബ്ദുല്ല അഹമ്മദ് നന്ദിയും പറഞ്ഞു. FCC, ഇന്ത്യൻ ഡോക്ടേഴ്സ് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 15ാമത് സൗജന്യ ഏഷ്യൻ മെഡിക്കൽ ക്യാമ്പ് ഈ മാസം 25-ന് വെള്ളിയാഴ്ച ദോഹയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഉരീദു മുഖ്യ പ്രയോജകരായെത്തുന്ന ക്യാമ്പ് തുമാമ മെഡിക്കൽ സെന്ററിൽ വെച്ചാണ് നടക്കുക. ക്യാമ്പിലേക്കുള്ള രജിസ്ട്രേഷൻ തുടങ്ങി. 2000 റിയാലിൽ താഴെ മാസവരുമാനമുള്ള ഏഷ്യൻ തൊഴിലാളികളെയാണ് ക്യാമ്പിൽ പരിഗണിക്കുക. മൻസൂറയിലെ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ ഓഫീസ്, ഹിലാലിലെ FCC ഓഫീസ് എന്നിവിടങ്ങളിൽ രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തറിൽ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന പുതിയ തൊഴിൽ നിയമത്തെക്കുറിച്ച് പ്രവാസികളെ ബോധവാന്മാരാക്കുന്നതിന് ദോഹയിൽ ശില്പശാല സംഘടിപ്പിക്കുന്നു. യൂത്ത് ഫോറത്തിന്റെ കരിയർ അസിസ്റ്റന്റ് വിഭാഗമായ കെയർ ദോഹയാണ് നവംബർ 10-ന് വ്യാഴാഴ്ച വൈകിട്ട് 7:30-ന് ഹിലാലിലെ FCC ഹാളിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് നിസാർ കോച്ചോരി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. മസ്കത്തിലെ സീബ് കേന്ദ്രമായുള്ള മലബാർ FC സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 18-ന് അൽഹെയിൽ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലീഗ് അടിസ്ഥാനത്തിലുള്ള ടൂർണമെന്റിൽ 16 ടീമുകളായിരിക്കും മത്സരിക്കുക. 8 കേരള ക്ലബ്ബുകളും 6 ഗോവൻ ക്ലബ്ബുകളുമാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. മലബാർ FCയെ പ്രതിനിധീകരിച്ച് 2 ടീമുകളും കളത്തിലിറങ്ങും. മൊത്തം 36 മത്സരങ്ങളാണ് ലീഗ് റൗണ്ടിൽ ഉണ്ടാവുക. ഷിഫ അൽ ജസീറയും ചിക്സോണുമാണ് മത്സരത്തിന്റെ സ്പോൺസർമാർ. ലുലുവിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ വിപണനമേള തുടങ്ങി. മസ്കത്തിലെ ലുലുവിൽ നടന്ന ചടങ്ങിൽ അമേരിക്കൻ അംബാസഡർ മാർക്ക് J. സിവിയസ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിസ്കവർ അമേരിക്ക എന്ന പേരിലുള്ള മേള ഈ മാസം 13 വരെ ഒമാനിലെ തെരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകളിലാണ് നടക്കുക. വൈവിധ്യപൂർണമായ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ ആകർഷകമായ വിലയ്ക്ക് ഇവിടെ ലഭ്യമാണ്. ഭക്ഷ്യേതര ആരോഗ്യ സൗന്ദര്യവർദ്ധക വിഭാഗങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്കാണ് മേളയിൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. മുൻനിര അമേരിക്കൻ ബ്രാൻഡുകൾക്ക് പ്രത്യേക ഓഫറുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിപണന മേളയുടെ ഭാഗമായി പ്രത്യേക സമ്മാന പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. 5 റിയാലിന് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് നൽകുന്ന കൂപ്പണുകൾ നറുക്കെടുത്ത് അമേരിക്കയിലേക്കും തിരിച്ചുമുള്ള 10 വിമാന ടിക്കറ്റുകൾ നൽകും. ഇത്തിഹാദ് എയർലൈൻസുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തിന്റെ പ്രതീകമാണ് ഇത്തരം മേളകളെന്ന് അംബാസഡർ മാർക്ക് J. സിവിയസ് പറഞ്ഞു. സൗദി അറേബ്യയിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കും താമസ കെട്ടിടങ്ങൾക്കും സേവനങ്ങൾക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന പുതുക്കിയ ഫീസ് നിരക്ക് പ്രഖ്യാപിച്ചു. ഡിസംബർ 9 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് വകുപ്പ് മന്ത്രി അബ്ദുൽ ലത്തീഫ് ആൽ ഷൈഖ് അറിയിച്ചു. തൊഴിലാളികൾക്കുള്ള ബലദിയ സർട്ടിഫിക്കറ്റിന് 60 റിയാലാണ് പുതുക്കിയ നിരക്ക്. രാജ്യത്തെ നഗരങ്ങളെ 5 കാറ്റഗറി തിരിച്ചാണ് വിവിധ സേവനങ്ങൾക്കുള്ള ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. നഗരസഭകളെ 2ഉം ഗ്രാമസഭകളെ 3ഉം വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ വിഭാഗത്തിലും ഈടാക്കുന്ന ഫീസുകളിലും വ്യക്തമായ അന്തരമുണ്ട്. റിയാദ്, ജിദ്ദ, ദമാം, അൽഖോബർ, മക്ക, മദീന എന്നീ നഗരസഭകളാണ് A വിഭാഗത്തിലുള്ളത്. താമസ കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതി പത്രത്തിന് A വിഭാഗത്തിലുള്ള നഗരസഭയിൽ ചതുരശ്ര മീറ്ററിന് 3 റിയാലാണ് ഫീസ്. വാണിജ്യ കെട്ടിടങ്ങൾക്കുള്ള നിർമ്മാണ അനുമതിക്ക് താമസ കെട്ടിടത്തിന്റെ ഇരട്ടി ഫീസ് ഈടാക്കും. പ്രധാന നഗരങ്ങളിലെ ഭക്ഷണശാലകൾ ചതുരശ്ര മീറ്ററിന് വർഷത്തിൽ 8 റിയാൽ നൽകണം. ഇതര വിഭാഗത്തിലെ ഭക്ഷണശാലകൾക്ക് 1 റിയാൽ 60 ഹലാല വീതം കുറയും. ഇസ്രാഹുകൾക്ക് താമസ കെട്ടിടത്തിന്റെ അതേ ഫീസാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.
താമസത്തിനുള്ള ഹോട്ടലുകൾക്ക് നഗരത്തിന്റെ കാറ്റഗറിക്കനുസരിച്ച് 50 മുതൽ 250 വരെയും അപ്പാർട്ട്മെന്റുകൾക്ക് 10 മുതൽ 50 റിയാൽ വരെയുമാണ് വാർഷിക ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. പെട്രോൾ സ്റ്റേഷനുകൾക്ക് 1000-നും 5000-നും ഇടയ്ക്ക് ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. ജോലിക്കാർക്ക് നിർബന്ധമായ ആരോഗ്യ സർട്ടിഫിക്കറ്റിന് 60 റിയാൽ ഈടാക്കും. പെട്രോൾ ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതുക്കിയ ഫീസ് ഏർപ്പെടുത്തുന്നത്. തുടക്കത്തിൽ ഏർപ്പെടുത്തിയ ഫീസ് കാലോചിതമായി വർദ്ധിപ്പിക്കും. കൂടാതെ ഏതാനും ഇനങ്ങളുടെ ഫീസ് തുടക്കത്തിൽ ഏർപ്പെടുത്തുന്നില്ല. കെട്ടിടങ്ങളിൽ നിന്നും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങളും ചപ്പുചവറുകളും നീക്കം ചെയ്യുന്നുള്ള ഫീസ് പിന്നീട് ഏർപ്പെടുത്തുമെന്നും വകുപ്പ് മന്ത്രി പറഞ്ഞു. മീഡിയ 1 റിയാദ്. കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ അണിനിരുന്ന ഇന്ത്യൻ പ്രോപ്പർട്ടി ഷോ ബഹ്റൈനിൽ സമാപിച്ചു. കേരള എഞ്ചിനീയേഴ്സ് ഫോറം ബഹ്റൈൻ കേരളീയ സമാജത്തിൽ സംഘടിപ്പിച്ച മേള നിരവധി പേരെ ആകർഷിച്ചു. ബഹ്റൈനിലെ മലയാളി എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ കീൻ4 ബഹ്റൈൻ കേരളീയ സമാജവുമായി ചേർന്നാണ് പ്രോപ്പർട്ടി ഷോ സംഘടിപ്പിച്ചത്. കേരളത്തിലെയും ബംഗളൂരുവിലെയും പ്രമുഖ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾ പങ്കെടുത്ത മേള ഇത് 3ാം തവണയാണ് ബഹ്റൈനിൽ നടന്നത്. റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിലൂടെ കേരളത്തിൽ നിക്ഷേപം നടത്താനും ഫ്ളാറ്റ് സമുച്ചയങ്ങൾ വാങ്ങാനുമുള്ള അവസരങ്ങളുമായാണ് സ്ഥാപനങ്ങൾ മേളയിൽ ഉപഭോക്താക്കളെ തേടിയത്. ബഹ്റൈൻ കേരളീയ സമാജവും കേരള എഞ്ചിനീയേഴ്സ് ഫോറവും ചേർന്ന് നടത്തുന്ന 3ാമത്തെ പ്രോപ്പർട്ടി ഷോ ആണ് ഈ 2016 നടക്കുന്നത്. കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുള്ള വളരെ പ്രമുഖരായ പല ബിൽഡേഴ്സും ഈ പ്രോപ്പർട്ടി ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ വളരെ മികച്ച ഒരു ജനപിന്തുണയും ഇതിനുള്ള നല്ലൊരു പ്രതികരണവും ബഹ്റൈൻ പ്രവാസികളിൽ നിന്ന് ഈ ഷോയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ഒരു വളരെ നല്ല പ്രചോദനമാണ്. ബംഗളൂരുവും കൊച്ചിയും കോഴിക്കോടും അടക്കമുള്ള നഗരങ്ങളിൽ വീടുകളും അപ്പാർട്ട്മെന്റുകളും പ്ലോട്ടുകളും തേടിയെത്തിയവർക്ക് മേളയിൽ ആകർഷകമായ ഇളവുകളും നൽകിയിരുന്നു. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പുതിയ പ്രവണതകൾ പരിചയപ്പെടുത്തിയ മേളയിൽ പ്രവാസികൾക്ക് വ്യത്യസ്ത ബജറ്റുകളിലുള്ള അപ്പാർട്ട്മെന്റുകളും വില്ലകളും തെരഞ്ഞെടുക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. നിരവധി പ്രവാസികൾ കുടുംബസമേതം മേള കാണാൻ എത്തിച്ചേർന്നു. സിറാജ് പള്ളിക്കര, മീഡിയ 1 ബഹ്റൈൻ. ഷാർജ പുസ്തകോത്സവത്തിൽ നടൻ മമ്മൂട്ടി വായനക്കാരുമായി സംവദിക്കുകയാണ്. തത്സമയ സംപ്രേഷണം കാണാം ഇനി. ഇതോടുകൂടി ഇന്നത്തെ മിഡി സ്റ്റവറിയുടെ പൂർത്തിയാകുകയാണ്. നമസ്കാരം. മമ്മൂക്കയോട് അടുക്കാൻ മോഹൻലാലിൻ്റെ അത്ര എളുപ്പമല്ല, ഒരു ജനകീയതല്ല എന്ന ഒരു പൊതുബോധമുണ്ട്. അതൊന്നും മാറ്റിപ്പോൾ വായനയൊക്കെ ആളുകൾ മാറ്റാറുണ്ടെന്നുണ്ട്. ആ പൊതുബോധം മാറ്റേണ്ടത് ആരാണ്? ഞാനാണോ പൊതുബോധം വെച്ചുള്ളവരാണോ? നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഇതിനുള്ള ഉത്തരം അദ്ദേഹം ആദ്യം തന്നെ സ്പീച്ചിൽ തന്നെ പറഞ്ഞിരുന്നു. ഈ ഇരിക്കുന്ന ജനങ്ങളുടെ കൈയടി തന്നെയാണ് അദ്ദേഹത്തിന്റെ തലക്കനം, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഹങ്കാരം, യാതൊരു സംശയവും വേണ്ട. ഒരു ഒറ്റ ചോദ്യവും കൂടി നോക്കാം. ചോദ്യം എന്തെങ്കിലും പൊതുബോധമാണോ? പൊതുബോധമാണോ എന്ന് അടുത്ത ചോദ്യം. പ്ലീസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. someone from the back. Go on, someone. നിങ്ങൾ എടുക്കുക. Please. That guy in red. Go on. നമസ്കാരം. എനിക്കറിയേണ്ട 2 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ്